നമസ്കാരം. വൃക്കയിലെ കല്ലുകൾ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഡോക്ടർ റിനു തോമസ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എല്ലാ പ്രായക്കാരെയും ഈ റീനൽ സ്റ്റോൺ ബാധിക്കും. എപ്പോഴും നമ്മൾ കേൾക്കുക ഒരു അഡൽട്ടായ ഒരു 25-20 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലായാലും പലപ്പോഴും ഇത്ര റീനൽ സ്റ്റോണിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്രകാരമാണോ യഥാർത്ഥത്തിൽ ക്ലിനിക്കൽ പ്രാക്ടീസ്? ഏത് പ്രായക്കാരിലും ഇൻഫാക്ട് കല്ലുകൾ ഉണ്ടാകാം. ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടി മുതൽ വൃദ്ധരായവർക്ക് വരെ കല്ലുകൾ ഉണ്ടാകാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് കുട്ടികളിൽ കല്ലുകൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്നുള്ളത് പലതരം ടെസ്റ്റുകൾ പ്രയോഗിച്ച് പരിശോധിച്ച് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ആജീവനാന്തം തന്നെ ഏതെങ്കിലും ഒരു ചികിത്സാ മുറയ്ക്ക് ഇതിനു വേണ്ടി പിന്തുടരേണ്ടി വരാറുണ്ട്. എപ്പോഴും ഈ ഒരു അസഹനീയമായ വേദന ഈ റീനൽ സ്റ്റോൺ ബന്ധം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു രാത്രിയൊക്കെ ഒരു എമർജൻസി ഹോസ്പിറ്റലൈസേഷനിൽ പോകുന്ന തരത്തിലേക്കുള്ള വേദന ആയിട്ടായിരിക്കും പലപ്പോഴും വൃക്കയിലെ കല്ലുകളുമായിട്ട് പോകുന്ന ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത്. അത്തരത്തിലൊരു എമർജൻസി സിറ്റുവേഷൻ വൃക്കയിലെ കല്ലുകൾക്ക് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അത്രയേറെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു? വൃക്കയിലെ കല്ലുകളുടെ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന രോഗലക്ഷണമാണ് വേദന എന്നുള്ളത്. പക്ഷേ വേദന മാത്രമല്ല, മൂത്രത്തിൽ രക്തം കാണുക, ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായി മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുക, പനി, അതിൻ്റെ സംബന്ധമായിട്ട് പനി ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ പല ലക്ഷണങ്ങളും ഉണ്ട്. പക്ഷേ ഏറ്റവും സാധാരണമായിട്ട് കാണുന്ന രോഗലക്ഷണം വേദന തന്നെയാണ്. ഇപ്പോൾ നമുക്ക് അപ്പൻഡിസൈറ്റിസ് ഉണ്ട്, പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ട്, അപ്പോൾ പലതരം വേദനകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ അപ്പൻഡിസൈറ്റിസിൻ്റെ വേദനയും ഈ കിഡ്നി വേദനയും അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്ന് സ്റ്റോൺ കൊണ്ടാകുന്ന വേദനയും തമ്മിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ വേർതിരിച്ചറിയാൻ പറ്റുമോ നമുക്കൊരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ? വേദന കൊണ്ട് മാത്രം നമുക്ക് രോഗം ഏതാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് വേദനയായിട്ട് വരുന്ന രോഗിക്ക് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുകയോ എക്സ്റേ എടുത്ത് നോക്കുകയോ ചെയ്ത് രോഗം നിർണ്ണയിക്കേണ്ടി വരുന്നത്. ഈ അപ്പൻഡിസൈറ്റിസിൻ്റെ വേദനയും ചിലപ്പോൾ സ്റ്റോണിൻ്റെ വേദനയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ളൊരു വേദനയാണ്. അതുകൊണ്ട് വേണ്ട പരിശോധനകൾ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് രോഗം ഏതാണെന്ന് നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ. ഇതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സ്റ്റോൺ ഉണ്ടാവാനുള്ള കൂടുതൽ സാധ്യത, സ്ത്രീകൾക്ക് അത് കുറവ്, അത്തരത്തിൽ ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? കണക്കുകൾ പരിശോധിച്ചാൽ പുരുഷന്മാർക്കാണ് കൂടുതലായിട്ടൊരു സാധ്യത കാണുന്നത്. പ്രത്യേകിച്ച് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കാരണം എടുത്തു പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ചില കാരണങ്ങളും പറയുന്നത് ഈ സ്റ്റോണുകൾ പല തരത്തിലുണ്ട്. പുരുഷന്മാരുടെ മസിൽ മാസ് കൂടുതലായിരിക്കും, അപ്പോൾ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സംഗതി കാരണം പുരുഷന്മാർക്ക് കൂടുതലായിട്ടുള്ള സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ചില അസുഖങ്ങൾ, പ്രത്യേകം ഏറ്റവും സാധാരണമായിട്ട് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും സ്റ്റോൺ ഉണ്ടാവാൻ കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഏത് തരം സ്റ്റോൺ എന്നുള്ളത്, അതായത് സ്റ്റോൺ എന്ന് പറയുന്നത് കല്ല് ഒരു തരമേ ഉള്ളൂ, അതോ പലതരത്തിലുള്ള സ്റ്റോണുകൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട്? പലതരത്തിലുള്ള സ്റ്റോണുകളുണ്ട്. ഇൻഫാക്റ്റ് ഓരോ ആൾക്കും ഉണ്ടാകുന്ന സ്റ്റോൺ ചിലപ്പോൾ ഒരാൾക്ക് തന്നെ 2 കിഡ്നിയിലുണ്ടാകുന്ന സ്റ്റോണും 2 തരത്തിലുള്ളതായിരിക്കാം. ഏതൊക്കെ തരമാണെന്ന് ചോദിച്ചാൽ ഏറ്റവും സാധാരണമായിട്ട് കാണുന്നത് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ആണ്. കാൽഷ്യം ഓക്സലേറ്റ് തന്നെ അതിൻ്റെ തന്നെ പല രീതിയിലുള്ള സ്റ്റോണുണ്ട്. യൂറിക് ആസിഡ് സ്റ്റോൺ, കാൽഷ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺ, ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ട്രിപ്പിൾ ഫോസ്ഫേറ്റ് സ്റ്റോൺ, പിന്നെ അപൂർവമായിട്ട് കാണുന്ന ചില സ്റ്റോൺസ് ഉണ്ട്, സിസ്റ്റൈൻ സ്റ്റോൺസ്. ചില മരുന്നുകൾ കൊണ്ട് കല്ലുകൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് എയ്ഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഇന്ത്യനാവർ എന്ന മരുന്ന്, ഇന്ത്യനാവർ സ്റ്റോൺസ് ഉണ്ടാവാറുണ്ട്. ഇതുപോലെ വിവിധ തരത്തിലുള്ള സ്റ്റോണുകളുണ്ട്. തീർച്ചയായിട്ടും ഈ സ്റ്റോൺ ഉള്ള പേഷ്യൻസിന് ചില ആൾക്കാർക്കെങ്കിലും ചെറിയ ഒരു മോഡറേറ്റ് പെയിനിൽ അത് പോകും, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ തന്നെ ശമിക്കുന്ന തരത്തിലുള്ള വേദന ഉണ്ടാകും. ചിലർക്കാകട്ടെ വളരെ അസഹനീയമായിട്ട് ഈവൻ ബോധം കെടുന്ന ക്ഷയിക്കുന്ന രീതിയിലുള്ള വേദന വരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയേറെ വേദന ഈ സ്റ്റോൺ ഉണ്ടാകും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റോണിൻ്റെ ഏറ്റവും സാധാരണമായി കാണുന്ന ലക്ഷണം വേദനയാണെങ്കിലും ഇത് പല രീതിയിലായിരിക്കും പലർക്കും ഉണ്ടാകുക. ചിലർക്ക് വേദനയെ ഉണ്ടാകാത്ത രീതിയിലുള്ള സ്റ്റോൺ ഉണ്ടാകാം, ചിലർക്ക് ചെറിയ രീതിയിലുള്ള പെയിനും, താങ്കൾ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള പെയിനും, ചിലർക്ക് സിവിയർ ആയിട്ടുള്ള പെയിനും. ഈ സ്റ്റോണിൻ്റെ പെയിൻ്റെ പ്രധാനപ്പെട്ടുള്ള റീസൺ, ഇപ്പോൾ കിഡ്നിയിലിരിക്കുന്ന സ്റ്റോൺ എല്ലായ്പ്പോഴും വേദന ഉണ്ടാക്കണമെന്നില്ല. ചിലപ്പോൾ സ്റ്റോൺ വലുതായാൽ വേദന ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കിഡ്നിക്കകത്ത് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കിയാൽ വേദന ഉണ്ടാക്കാം. പക്ഷേ കിഡ്നിയിൽ നിന്ന് ഇളകി താഴെ യൂറിൻ ട്യൂബിൽ, അതായത് ഈ യൂറിറ്റേഴ്സിൽ വന്ന് തടഞ്ഞിരിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതുപോലെ കടുത്ത വേദന ഉണ്ടാകുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും. ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രസവ വേദന തന്നെ ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് സ്റ്റോണിൻ്റെ പെയിനും എല്ലാവർക്കും ഉണ്ടാകുന്നത്. ചിലർക്ക് വേദനയെ ഉണ്ടാവാതെ സ്റ്റോൺ പോകുന്നവരുണ്ട്. ചിലർക്ക് ചെറിയ സ്റ്റോൺ കാരണം തന്നെ കടുത്ത വേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ പറയേണ്ട വേറൊരു കാര്യമാണ്, സ്റ്റോണിൻ്റെ വലിപ്പത്തിന് വേദനയുമായിട്ട് ബന്ധം കുറവാണ്. ചിലപ്പോൾ ചെറിയ സ്റ്റോൺ കാരണം അതികഠിനമായ വേദന ഉണ്ടാകുന്നവരുണ്ട്.
വലിയ കല്ലുകൾ അധികം വേദനയൊന്നും ഇല്ലാതെ വെച്ചിരിക്കുന്നവരുമുണ്ട്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേദന ഉണ്ടാക്കാത്ത സ്റ്റോൺ കുറച്ചുകൂടെ ഒരു ഡേഞ്ചറസ് സ്റ്റോൺസ് എന്ന് പറയാം. കാരണം വേദന ഇല്ലയെന്നുണ്ടെങ്കിൽ ആൾക്കാർ സമയത്ത് ചികിത്സ തേടില്ല. അതങ്ങനെ സ്റ്റോൺ വന്ന് തടഞ്ഞിരുന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സ്റ്റോണുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം വയറുവേദനയുമായി വരുന്നൊരു പേഷ്യൻ്റ് ഒരു യൂറോളജിസ്റ്റിനെ വരുമ്പോൾ സ്റ്റോൺ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുക? അതെ, നമുക്ക് സാധാരണമായിട്ട് ചെയ്യുന്ന ആദ്യം ബ്ലഡിൻ്റെയും യൂറിൻ്റെയും ആയിട്ടുള്ള ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും. അതുവഴി നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ സ്റ്റോണിൻ്റെ ക്രിസ്റ്റൽസ് യൂറിനിൽ കാണാം, ബ്ലഡിൻ്റെ രക്തത്തിൻ്റെ അംശം യൂറിനിൽ കാണാം. അതൊക്കെ സ്റ്റോൺ ആകാമെന്നൊരു ലക്ഷണത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി ബ്ലഡ് ടെസ്റ്റുകൾ, ബ്ലഡിലെ യൂറിക് ആസിഡ്, കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവ നോക്കും. ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്ന സ്റ്റോൺ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ചെയ്യുന്നത് ഏറ്റവും സാധാരണമായിട്ട് ചെയ്യുന്നതും അൾട്രാസൗണ്ട് സ്കാൻ എന്ന ടെസ്റ്റാണ്. അതിൻ്റെ കൂടെ വയറിൻ്റെ എക്സ്റേയും കൂടി എടുത്ത് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം ഈ ഒരു വിധത്തിൽപ്പെട്ട ടെസ്റ്റുകളെല്ലാം കഴിയുമ്പോൾ മിക്കവാറും സ്റ്റോണിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂറിറ്റേഴ്സിൽ സ്റ്റോൺ വന്നിരിക്കുമ്പോൾ പെട്ടെന്നൊരു പെയിനുമായിട്ട് വരുമ്പോൾ ഈ യൂറിറ്ററിലിരിക്കുന്ന കല്ല് ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും പറ്റിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് CT സ്കാനാണ്. അതിൽ നമുക്ക് ഈ സ്റ്റോണിൻ്റെ സൈസും സ്ഥലവും ഒക്കെ വ്യക്തമായിട്ട് തന്നെ അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. സാർ, ഈ വൃക്കയിലെ കല്ലുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരിക? എപ്പോഴും നമുക്കറിയാം ഏതൊരാൾക്കും അതൊരു മെഡിക്കൽ മാനേജ്മെൻറ്റ്, അതായത് ഒരു കത്തി വയ്ക്കാതെ അല്ലെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ ഇല്ലാതെ തന്നെ ഏതൊരു അസുഖവും മാറണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കല്ലുകളും നമുക്ക് മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അതോ ചെറിയ അല്ലെങ്കിൽ സൈസ് ചെറിയ കല്ലുകൾ മാത്രമേ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് പോസിബിൾ ആവുകയുള്ളൂ? അങ്ങനെ അത്തരം ആ രീതി ഉണ്ടോ നമുക്ക്? വൃക്കയിലെ കല്ലുകളുടെ ചികിത്സ തീരുമാനിക്കുന്നത് കല്ലുകളുടെ സൈസ്, വലിപ്പം, കല്ലുകൾ എവിടെയാണ് ഇരിക്കുന്നത്, കല്ലുകൾ തടസ്സമുണ്ടാക്കുന്നുണ്ടോ, അത് കാരണം വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കല്ലുകളെല്ലാം തന്നെ മെഡിസിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്യാമെന്നോ എല്ലാ കല്ലുകൾക്കും ഓപ്പറേഷൻ വേണമെന്നോ പറയാൻ സാധിക്കുകയില്ല. അത് ഈ കല്ല് ഏത് സ്ഥലത്തിരിക്കുന്നു, അത് ആ കല്ലുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതായിരിക്കും അതിൻ്റെ. ഇപ്പം നമ്മൾ വൃക്കയ്ക്കകത്ത് കല്ലുകൾ ഇരിക്കുകയാണോ അതോ വൃക്കയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മൂത്രവാഹിനിക്കുള്ളിൽ യൂറിറ്റേഴ്സിൽ വന്ന് തടഞ്ഞിരിക്കുകയാണോ എന്നതൊക്കെ ഇതിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഡിസിഷനെ ബാധിക്കും. വൃക്കയിലുള്ള തന്നെ കല്ലുകൾ, വൃക്കയിലുള്ള വളരെ വലിയ കല്ലുകളുണ്ടാകാം, ഒരു മീഡിയം സൈസുള്ള കല്ലുകളുണ്ടാകാം, തീരെ ചെറിയ കല്ലുകളുണ്ടാകാം. ഇതെല്ലാം തന്നെ ട്രീറ്റ്മെൻറ്റ് ഡിസിഷനെ ബാധിക്കും. തീരെ ചെറിയ കല്ലുകൾ നമുക്ക് മരുന്നുകൾ കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരിടത്തരം സൈസിലുള്ള കല്ല് പൊടിക്കുന്ന രീതി, അതായത് ESWL എന്നുവെച്ചാൽ എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ESWL. ഈ ചികിത്സാ രീതി എന്ന് വെച്ചാൽ മർദ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് കല്ലുകൾ പൊടിച്ച് ചെറിയ തരികളാക്കി അത് യൂറിനിൽ കൂടി ഒഴുകി പോകുന്ന ഒരു സംവിധാനമാണ്. അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട്. വലിയ കല്ലുകളാണെന്നുണ്ടെങ്കിൽ കിഡ്നിയിലേക്കുള്ള കീഹോൾ ഓപ്പറേഷൻ, PCNL എന്നാണ് ആ ഓപ്പറേഷൻ്റെ പേര്. PCNL എന്ന് വെച്ചാൽ പെർക്യൂട്ടേനിയസ് നെഫ്രോ ലിത്തോട്ടമി എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് PCNL. അതായത് കിഡ്നിയിലേക്ക് മുമ്പൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കല്ലുകൾ എടുക്കുക എന്ന് വെച്ചാൽ വലിയൊരു മുറിവുണ്ടാക്കി, ഈ വയറിൻ്റെ ഈ സൈഡ് ഭാഗത്തായിരിക്കും മുറിവുണ്ടാകുക, വലിയ മുറിവുണ്ടാക്കി കിഡ്നി കണ്ട് തുറന്ന് കല്ലെടുക്കുന്ന ചികിത്സാ രീതി അത് മുമ്പുണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ വളരെ വികസിച്ച് വന്നിട്ട് ഇപ്പോൾ ഈ ചെറിയ ഒരു മുറിവ് കൂടെ കിഡ്നിക്കുള്ളിലെ കല്ല് കണ്ട് അത് പൊടിച്ച് അതിൽ കൂടെ തന്നെ നീക്കം ചെയ്യുന്ന ചികിത്സാ രീതിയാണ് PCNL. ഇത് കൂടാതെ തന്നെ വേറെയും ചികിത്സാ രീതിയുണ്ട്. ഫ്ലെക്സിബിൾ യൂറിട്രോസ്കോപ്പി എന്നൊരു ഒരു ഓപ്പറേഷൻ, അതായത് പുറത്ത് മുറിവൊന്നും ഉണ്ടാക്കാതെ മൂത്രനാളിക്കുള്ളിൽ കൂടെ തന്നെ കിഡ്നിക്കുള്ളിലേക്ക് വളച്ച് കടത്താവുന്ന ഉപകരണം, അതാണ് ഫ്ലെക്സിബിൾ യൂറിട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് കടത്തി കല്ല് ലേസർ വെച്ച് പൊടിക്കുന്ന ചികിത്സാ രീതി. അതിന് RIRS എന്നൊരു ചുരുക്കപ്പേരുണ്ട്. RIRS എന്ന് വെച്ചാൽ റെട്രോഗ്രേഡ് ഇൻട്രാറീനൽ സർജറി. പലപ്പോഴും സാധാരണ ആൾക്കാർ ഈ ESWLും ലേസറും ഈ രണ്ട് ചികിത്സാ രീതിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എല്ലാം ഇത് രണ്ടും ഒന്നാണെന്നുള്ള രീതിയിൽ പ്രയോഗിച്ച് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഒരു രോഗി മുമ്പൊരിക്കൽ കല്ല് പൊടിച്ച ഒരു ഹിസ്റ്ററിയായിട്ട് വന്നാൽ പലപ്പോഴും അവർ പറയുന്നത് ലേസർ വെച്ച് പൊടിച്ചെന്നാണ്. പക്ഷേ അവർ മിക്കവാറും പ്രയോഗിച്ചിരിക്കുക ESWL, അതായത് ഈ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി ആയിരിക്കും പ്രയോഗിച്ചിരിക്കുക. ലേസറും ESWL രണ്ടും തികച്ചും വ്യത്യസ്തമായ രണ്ട് ചികിത്സാ രീതിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരിക്കൽ സ്റ്റോൺ ഉണ്ടായവർക്ക് അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൂടെ നീക്കം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത്തരം ഈ സ്റ്റോൺ ഉണ്ടാകാൻ അവർക്ക് സാധ്യത കൂടുതലാണ്. അതിന് സ്റ്റോൺ ഉണ്ടാകുന്ന പ്രകൃതം അത്തരം ആൾക്കാരിൽ കൂടുതലായിരിക്കും. അതെ, സ്റ്റോണുള്ള പേഷ്യൻസ് ഒട്ടുമുക്കാലും പേർ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്,
ഇനി ഈ സ്റ്റോൺ ഇനി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഒരിക്കൽ സ്റ്റോൺ ഉണ്ടായ ആൾക്ക് അത് സ്റ്റോൺ ഉണ്ടാവാനൊരു കാരണമുണ്ടാകാം. അതായത് അവരുടെ ശരീരപ്രകൃതം സ്റ്റോൺ ഉണ്ടാവാൻ ടെൻഡൻസി കൂട്ടുന്ന രീതിയിലുള്ളതായിരിക്കാം, അവരുടെ ഡയറ്ററി ഹാബിറ്റ് അങ്ങനെ രീതിയിലുള്ളതായിരിക്കാം, വെള്ളം കുടിക്കുന്ന അളവ് അങ്ങനത്തെ രീതിയിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരിക്കൽ സ്റ്റോൺ ഉണ്ടായ ആൾക്ക് ഒരു 5 വർഷത്തിനകം സ്റ്റോൺ ഉണ്ടാകാനുള്ള ഒരു സാധ്യത 50%. 50%. ചികിത്സിച്ച 50 പകുതി പേർക്കും വീണ്ടും സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ സ്റ്റോൺ ഉണ്ടായ ആൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം ഇനിയും സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് ഭക്ഷണക്രമത്തിലും വെള്ളം കുടിക്കുന്ന അളവിലും എല്ലാം മാറ്റം വരുത്തണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എപ്പോഴും ഈ സ്റ്റോണിൻ്റെ കാര്യം പറയുമ്പോൾ ഈവൻ വീട്ടിലെ പേരൻസ് ആയിരുന്നാലും സുഹൃത്തുക്കളായിരുന്നാലും ഡോക്ടർമാരായാലും എപ്പോഴും പറയുന്നത് ഈ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സ്റ്റോൺ വരാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്? അപ്പോൾ അത് വെള്ളമായിട്ട് തന്നെ കുടിക്കണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള പാനീയങ്ങളായിട്ട് അത് ഉള്ളിൽ ചെന്നാൽ മാത്രം മതിയാവും? സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിനും വെള്ളം തന്നെയാണ്. കാരണം സ്റ്റോൺ ഉണ്ടാകുന്നതിൻ്റെ നമ്മളതിൻ്റെ കെമിസ്ട്രി പരിശോധിച്ചാൽ അറിയാം, കോൺസെൻട്രേറ്റഡ് യൂറിൻ, അതായത് സാന്ദ്രത കൂടിയ മൂത്രം ഉണ്ടാകുമ്പോഴാണ് അതിൽ ഈ ക്രിസ്റ്റലുകൾ അടിഞ്ഞ് കല്ലുകൾ അത് കൂടിക്കൂടി വന്ന് കല്ലുകൾ ഉണ്ടാകുന്നത്. ഈ യൂറിൻ്റെ സാന്ദ്രത കുറയ്ക്കാൻ ഏറ്റവും പറ്റിയ ഒരു മരുന്നെന്ന് പറയുന്നതും വെള്ളം തന്നെയാണ്. അപ്പോൾ ധാരാളം വെള്ളം കുടിച്ചാൽ യൂറിൻ കൂടുതൽ സാന്ദ്രത കുറഞ്ഞ യൂറിനായിരിക്കും പോകുന്നത്, കല്ലുകൾ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വെള്ളം കുടിക്കുന്നത് കരിക്കിൻ വെള്ളമായിട്ടോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളമായിട്ടോ അങ്ങനെ എന്ത് രീതിയിലുള്ള വെള്ളമായാലും ശരി അതിനൊരു കണക്കുമുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുന്ന അളവ് തന്നെ ഓരോ വ്യക്തിക്കും അയാളുടെ തൂക്കത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഒരു 30 കിലോ ഉള്ള ഒരാളും 80 കിലോ ഉള്ള ഒരാളും കുടിക്കേണ്ട അളവ് ഒരുപോലെ ആയിരിക്കത്തില്ല. ഒരാളുടെ ഒരു നോർമൽ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് ഒരു 35 to 50 ml/kg. അതായത് ഒരു ശരാശരി ഒരു 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ഏകദേശം ഒരു 1.5 തൊട്ട് 2.5 ലിറ്റർ വരെയാണ് ഒരാളുടെ ഒരു ശരാശരി നോർമൽ റിക്വയർമെൻറ്റ്. അതായത് ഇത് കല്ലുണ്ടാകാൻ ഇതിരിക്കാൻ വേണ്ടി കഴിക്കേണ്ടതല്ല, അല്ലാതെ തന്നെ സാധാരണ എല്ലാ ആൾക്കാരും കുടിച്ചിരിക്കേണ്ട അളവാണിത്. ഇപ്പോൾ കല്ലുകൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഇരട്ടിയെങ്കിലും അളവിൽ വെള്ളം കുടിക്കണം. അതായത് കല്ലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്ക് ഒരു 3 തൊട്ട് 4 ലിറ്റർ വരെയെങ്കിലും വെള്ളം തീർച്ചയായിട്ടും കുടിച്ചിരിക്കണം. തീർച്ചയായിട്ടും. എപ്പോഴും നമുക്കറിയാം കേരളത്തിൽ ഈ മദ്യപാന ശീലം സാർ നേരത്തെ പോലെ പുരുഷന്മാരുടെ ഇടയിൽ ഇത്തരം സ്റ്റോണുകൾ കൂടുതലുണ്ട് എന്ന് സാർ പറയുകയുണ്ടായി. അതുപോലെ തന്നെ നേരത്തെ അറിയാം മദ്യപാന ശീലവും കേരളത്തിൽ കൂടുതലാണ് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് തന്നെ. അപ്പോൾ എപ്പോഴും ഈ ഡോക്ടർമാർ അല്ലെങ്കിൽ മദ്യപാന ശീലമുള്ള ചില ആൾക്കാരുടെ അടുത്തെങ്കിലും ഡോക്ടർമാർ ഇത്തരം വെള്ളം കൂടുതൽ കുടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഒരു ബിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ബിയർ കുടിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളത്, അതായത് കൂടുതൽ വെള്ളം ഉള്ളിച്ചെല്ലും എന്നുള്ളത്. അപ്പോൾ അത്തരം ശീലങ്ങൾ യഥാർത്ഥത്തിൽ സ്റ്റോണുകൾ അല്ലെങ്കിൽ അത് കൂടുതൽ ഗുരുതരമാക്കാനായിട്ട് സഹായിക്കും. തീർച്ചയായിട്ടും ഈ മദ്യം മാത്രം നമ്മുടെ വെള്ളത്തിന് പരിഹാരമാകുന്നില്ല, വെള്ളത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല മദ്യം. അത് പ്രത്യേകിച്ച് ബിയറിൻ്റെ കാര്യം എടുത്താൽ അത് 2 രീതിയിൽ സ്റ്റോണിനെ ബാധിക്കും. ഒന്ന്, ബിയർ കുടിക്കുന്നവർക്ക് ബ്ലഡിൽ യൂറിക് ആസിഡ് ലെവൽ കൂടിയിരിക്കാം. യൂറിക് ആസിഡ് ലെവൽ കൂടിയിരിക്കുമ്പോൾ സ്റ്റോൺ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ചിലരെങ്കിലും ഇപ്പോൾ ഒരുപാട് ബിയർ കുടിച്ച് സ്റ്റോൺ പോയ കഥകൾ പറയാറുണ്ടോ ഞങ്ങളുടെ അടുത്ത്? അത് ഒരു പകുതി സത്യമാണ്. കാരണം ബിയർ ധാരാളം കുടിച്ചാൽ ധാരാളം യൂറിൻ ഉണ്ടാവും. ചെറിയ കല്ലുകൾ ഉണ്ടായ കല്ലുകൾ ഇറങ്ങിപ്പോകാൻ ഈ ധാരാളം ബിയർ കുടിച്ചുള്ള യൂറിൻ ഉണ്ടായാൽ അതിൽ കൂടെ അങ്ങ് ഒഴുകിപ്പോക്കോളും. പക്ഷേ അത് ബിയറിന് പകരം വെള്ളം കുടിച്ചാൽ തന്നെ അത് ഒഴുകിപ്പോക്കോളും. പക്ഷേ ബിയറിന് മാത്രമായിട്ടൊരു പ്രത്യേകിച്ചൊരു മേന്മയില്ല. പക്ഷേ ബിയർ കുടിച്ചാൽ ഇതുപോലെ യൂറിക് ആസിഡ് കൂടാവുന്ന ആ രീതിക്കുള്ള ദോഷവുമുണ്ട്. അതുകൊണ്ട് മദ്യം ഉപയോഗിക്കുമെന്ന് ഒരു ഡോക്ടർക്കും റെക്കമെൻഡ് ചെയ്യാൻ സാധ്യമല്ല. ഈ വൃക്കയിലെ കല്ലുകൾ ചിലപ്പോഴെങ്കിലും നമ്മളൊരു വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് മെഡിക്കൽ ചെക്കപ്പിലോ ഒക്കെ ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഒരു വൃക്കയിലൊരു കല്ല് ഉണ്ടായതായിട്ട് അൾട്രാസൗണ്ട് റിപ്പോർട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവർക്കൊരു ഒരു വേദനയോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഈ കല്ല് കൊണ്ടുണ്ടാകുന്നതുകൊണ്ട് അല്ലെങ്കിൽ കല്ല് ഇരിക്കുന്നത് കൊണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം കല്ലുകൾ നമ്മൾ യഥാർത്ഥത്തിൽ ചികിത്സിക്കണം. ചെറിയ കല്ലുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് രീതിയിലുള്ള കല്ലും കണ്ടാൽ ചികിത്സിക്കണം. കാരണം ചികിത്സയില്ലാതെ കല്ലുകൾ മാറില്ല. ചികിത്സിക്കാതെ കല്ലുകൾ വെച്ചുകൊണ്ടിരുന്നാൽ ഉടനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിലും സമീപഭാവിയിലല്ലെങ്കിൽ വിദൂര ഭാവിയിലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ കല്ലുകൾ കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ജീവൻ തന്നെ അപകടത്തിലാകാവുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള കല്ലുകൾ കണ്ടാലും അത് ചികിത്സിക്കണം. ഇപ്പോൾ ചെറിയ കല്ലുകൾ വൃക്കയിലുള്ളതാണെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന ചികിത്സ വെള്ളം ധാരാളം കുടിച്ചാൽ മാത്രം മതി എന്നുള്ളതായിരിക്കാം. പക്ഷേ വലിയ കല്ലുകൾ ചിലപ്പോൾ വലിയ കാര്യമായ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുമായിരിക്കാം, പക്ഷേ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഏത് രീതിയിലുള്ള കല്ല് കണ്ടാലും
അത് ഒന്നുകിൽ മരുന്ന് കൊണ്ടുള്ള ചികിത്സയോ അല്ലെങ്കിൽ ഇതുപോലെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അധികം മടിച്ചു നിൽക്കാതെ അത് ചികിത്സിക്കേണ്ടതാണ്. എപ്പോഴും ഈ കല്ലുകൾ ഉണ്ടാകുന്നവരടുത്ത് എപ്പോഴും അവർ ആഗ്രഹിക്കുക ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രിവെൻഷൻ ആസ്പെക്ട്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനും വരാം, ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് വെള്ളം കുടിക്കണം എന്നുള്ളതൊരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം. ബാക്കി എന്തൊക്കെ കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കണം? ഈ കല്ലുകളുമായിട്ട് വരുന്ന രോഗികൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടർ ഇത് ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന കല്ലാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരുടെയും കല്ല് ഡിഫറൻ്റ് ആണ്. ഒരാൾക്കുണ്ടാകുന്ന കല്ല് പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് കല്ലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചിലരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലുകൾ ഉണ്ടാകുന്ന എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഈ ചിലർക്കെങ്കിലും പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ടൊരു കാരണം നമുക്ക് പല ടെസ്റ്റുകളും ചെയ്താൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ചിലർക്ക് ബ്ലഡിൽ കാൽഷ്യം കൂടുതലുണ്ടാകുന്ന പ്രശ്നം ഉണ്ടായിരിക്കാം, യൂറിക് ആസിഡ് കൂടി ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടായിരിക്കാം. അതുപോലെ ചില പ്രത്യേകതരം കിഡ്നി അസുഖങ്ങൾ, റീനൽ ട്യൂബുലർ അസിഡോസിസ്, മിഡിലറി സ്പോഞ്ച് കിഡ്നി, അങ്ങനത്തെ ചില അസുഖങ്ങൾ, ഇതെല്ലാം കല്ലുകൾ ഉണ്ടാകാൻ സാധ്യത കൂട്ടുന്നതാണ്. അപ്പോൾ കല്ലുകൾ ഉണ്ടാകുന്ന ഏതൊരു വ്യക്തിയും ഇപ്പോൾ കല്ലുണ്ടാകുന്നതിൻ്റെ ആ ഒരു തോതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു വിശദമായിട്ട് ടെസ്റ്റ് വേണ്ടി വരത്തില്ലായിരിക്കാം. ചിലപ്പോൾ പിന്നെയും കല്ലുകൾ ഉണ്ടാകുന്ന ആൾക്കാർ അല്ലെങ്കിൽ കല്ലുകൾ ഉണ്ടാകുന്ന കുട്ടികൾ, അങ്ങനെയുള്ളവർക്കെല്ലാം വിശദമായ ടെസ്റ്റ് തന്നെ വേണ്ടി വരും. എങ്കിലും ഭക്ഷണക്രമവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കല്ല് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇപ്പോൾ യൂറിക് ആസിഡ് കൂടിയിരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് അവർ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഈ കല്ലുണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണക്രമത്തിൽ നിന്ന് നോൺ വെജിറ്റേറിയൻ മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്? തീർച്ചയായിട്ടും ഓരോ രീതിയിലുള്ള കല്ലിനും ഓരോ രീതിയിലുള്ള ഭക്ഷണക്രമമായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഭക്ഷണക്രമമല്ല, ഒരു ഭക്ഷണ നിയന്ത്രണമായിരിക്കും നമ്മൾ ഉപദേശിക്കുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് കല്ലുകൾ ഉണ്ടാകുന്ന കാര്യം എടുത്താൽ, യൂറിക് ആസിഡ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം, അതായത് മാംസാഹാരം, പ്രത്യേകിച്ച് റെഡ് മീറ്റ്, അതായത് ബീഫ്, അങ്ങനത്തെ ഇറച്ചി കഴിക്കുമ്പോഴാണ്. ഏത് രീതിയിലുള്ള മാംസാഹാരവും കുറഞ്ഞ അളവിലെങ്കിലും യൂറിക് ആസിഡ് ഉണ്ടാകും, പ്രത്യേകിച്ച് റെഡ് മീറ്റ്. അപ്പോൾ ചിലതരം മത്സ്യങ്ങൾ, ഈ മത്തി, അയല, ചൂര എന്നീ മത്സ്യങ്ങളെല്ലാം യൂറിക് ആസിഡ് കൂട്ടുന്നതാണ്. ഇപ്പം അതുപോലെ തന്നെ ഈ പച്ചക്കറികളുടെ കൂട്ടത്തിലെടുത്താൽ കൂണുകൾ, കോളിഫ്ലവറൊക്കെ യൂറിക് ആസിഡ് കൂട്ടും. അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഈ നിയന്ത്രണങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോണാണ് ഉണ്ടാകുന്നതെങ്കിൽ അതും പ്രത്യേകിച്ച് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭക്ഷണത്തിൽ കാൽഷ്യം കുറയ്ക്കണോ എന്നുള്ളത്. പാല് കുടിക്കേണ്ട, പാലിൽ കാൽഷ്യമുണ്ട്, പാല് കുടിക്കാതിരിക്കണം, പലരും ഇങ്ങോട്ട് തന്നെ പറയുന്ന കാര്യമാണ്. പക്ഷേ ഇത് തികച്ചും തെറ്റാണ്. ഇപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഉള്ള ആളും ഭക്ഷണത്തിലെ കാൽഷ്യം അല്ല നിയന്ത്രിക്കേണ്ടത്, ഭക്ഷണത്തിലെ ഓക്സലേറ്റാണ് നിയന്ത്രിക്കേണ്ടത്. ഓക്സലേറ്റ് കൂടിയ ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്കറികൾ, ഈ ചീര, മുരിങ്ങയില, മുരിങ്ങയ്ക്ക, ക്യാബേജ് എന്നിങ്ങനത്തെ ഭക്ഷണം, നട്ട്സ്, കപ്പലണ്ടി, കശുവണ്ടി മുതലായവ, ചോക്ലേറ്റ്, ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ മുന്തിരി, അതൊക്കെ ഓക്സലേറ്റ് കൂടിയ ഭക്ഷണമാണ്. അപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഉള്ളവർ കാൽഷ്യം അല്ല കുറയ്ക്കേണ്ടത്, ഓക്സലേറ്റ് ആണ് കുറയ്ക്കേണ്ടത്. കാൽഷ്യം കുറച്ചാൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റോൺ കൂടുന്നതായിട്ടാണ് കാണുന്നത്, ഭക്ഷണത്തിലെ കാൽഷ്യം കുറച്ചാൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കരുത്, കാൽഷ്യം എക്സ്ട്രാ സപ്ലിമെന്റ് എടുക്കരുത് എന്നുള്ളത്. അതെ, എക്സ്ട്രാ സപ്ലിമെന്റ് എടുക്കരുത്, പക്ഷേ കാൽഷ്യം റിച്ച് ഫുഡ് കഴിക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടി വിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വൃക്കയിലെ കല്ലുകൾ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.